സ്വർണ്ണക്കവർച്ചാ വിഷയത്തിൽ അടൂർ പ്രകാശ് എംപിയുടെ ഓഫീസിലേക്ക് ബി.ജെ.പി. മാർച്ച് നടത്തി. മാർച്ച് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അടൂർ പ്രകാശിനെ പോറ്റിയോടുള്ളത് ഹൃദയബന്ധമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ എംപിയുടെയും കോൺഗ്രസിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. അടൂർ പ്രകാശ് എംപിയുടെ ഓഫീസിനു സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. നിരവധി പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത്. അടൂർ പ്രകാശിന് പോറ്റിയോടുള്ളത് ഹൃദയബന്ധമാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കോൺഗ്രസുകാർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സ്വർണ്ണക്കൊള്ളയിൽ CPM-നും കോൺഗ്രസിനും ഒരുപോലെ പങ്കുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ കൊള്ള ഒരു ഇന്ത്യ മുന്നണി കൊള്ളയാണ്. വാസ്തവത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഇത് കോൺഗ്രസുകാരും CPM-കാരും എല്ലാവരും കൂടി ബന്ധപ്പെട്ട് സംയുക്തമായി സംഘടിതമായി കൂട്ടമായിട്ട് നടത്തിയ ഒരു കൊള്ളയാണ്. ആ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ അടൂർ പ്രകാശിന് സാധ്യമല്ല. അതോടൊപ്പം തന്നെ ആന്റണിക്ക് സാധ്യമല്ല. ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സാധ്യമല്ല. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവർക്കും സാധ്യമല്ല. അതിലെ കോൺഗ്രസ് നേതാക്കന്മാരായ ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് സാധ്യമല്ല. അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. പോറ്റിയുടെ ഉറ്റത്തോഴനാണ് അടൂർ പ്രകാശ്. സോണിയാഗാന്ധിക്ക് എന്തൊക്കെ സമ്മാനങ്ങളാണ് പോറ്റി കൊടുത്തതെന്ന് അന്വേഷിക്കണമെന്നും കേസ് CBI-ക്ക് വിടണമെന്നും കുമ്മനം ആവശ്യപ്പെട്ടു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ P. സുധീർ, BJP തിരുവനന്തപുരം നോർത്ത് ജില്ലാ അധ്യക്ഷൻ റജികുമാർ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.